കഴിഞ്ഞ ക്രിസ്മസിന് എനിക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ഞാൻ കേക്ക് കഴിക്കാണ്ട് പട്ടിണി കിടക്കത്തില്ലായിരുന്നു. പ്ലം കേക്കിനകത്ത് പ്ലം എടുത്തില്ലെന്നുള്ള സത്യം ഞാൻ ഈയിടെ വിപിൻ പറഞ്ഞപ്പോൾ അറിയുന്നത്. അതുകൊണ്ട് അടുത്ത തലമുറക്കാരനായ ക്യാരറ്റ് കേക്ക് ഇന്ന് ഉണ്ടാക്കാൻ ഓർത്തു. ഇതിൽ ഏകദേശം 60 ഗ്രാമോളം പ്രോട്ടീൻ ഉണ്ട്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കുഞ്ഞ് 2 ക്യാരറ്റ് ആണ്. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുന്നതുകൊണ്ട് തന്നെ കടയിൽ അറിയത്തില്ലാത്ത ഇൻഗ്രീഡിയൻസ് ഇട്ടുണ്ടാക്കുന്ന കേക്കിനേക്കാളും പ്രോട്ടീൻ കൂടുതലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇനി വരുന്ന 25 ദിവസത്തിൽ 25 ഫ്ലേവർ കേക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ സ്പെഷ്യലായിട്ട് ഒരു വൈൻ വെച്ചൊരു ഹൈ പ്രോട്ടീൻ കേക്ക് നമുക്കൊരു സ്പെഷ്യൽ ഡേ തന്നെ ഉണ്ടാക്കാം. അപ്പൊ ഈ ക്യാരറ്റ് കേക്കിന് വേണ്ടത് കുഞ്ഞ് 2 ക്യാരറ്റ്, അതിന്റെ തൊലി ഒന്ന് കളഞ്ഞ് ഇതുപോലെ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഞാൻ എന്റെ ഡയറ്റ് അനുസരിച്ചാണ് ബാക്കിയുള്ള സാധനങ്ങൾ എടുക്കുന്നത്. 115 ഗ്രാം ഓട്സ്, 40 ഗ്രാം വേ പ്രോട്ടീൻ, ചോക്ലേറ്റ് ഫ്ലേവർ ആണെങ്കിൽ അത്രത്തോളം നല്ലത്. ഒരു ഹോൾ എഗ്, 5 എഗ് വെയിറ്റ്, ഇവിടെ നിങ്ങൾക്ക് 3 മുട്ടയാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഒരു 10 ഗ്രാം ബേക്കിംഗ് പൗഡർ, ഒരു 100 ഗ്രാം ബനാനയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റും കൂടെ അതിലിട്ട് മിക്സി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഓപ്ഷണൽ ആയിട്ട് ലോ ഫാറ്റ് മിൽക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു കണ്ടെയ്നറിലോട്ട് ആ മിക്സർ ഒഴിച്ചതിന് ശേഷം ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 25 തൊട്ട് 30 മിനിറ്റ് വരെ നിങ്ങൾ എയർ ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ കുറച്ച് ഏസ്തെറ്റിക് ആയിട്ട് ഓർത്തോണ്ട് ക്യാരറ്റ് മേലിട്ടതാ. അത് എന്നാണെങ്കിലും കരിഞ്ഞു പോകും. നിങ്ങൾ ആദ്യം തന്നെ മിക്സ് ചെയ്യുമ്പോൾ ഫുള്ളിട്ട് അങ്ങ് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. കുക്കിംഗ് ക്ലാസും കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ. നമുക്ക് ബാക്കി എല്ലാ മീലും പ്രിപ്പയർ ചെയ്തിട്ട് ഓഫീസിലേക്ക് പോകും. ഇപ്പോൾ ഉള്ള ചൂടിന് ഓഫീസിൽ AC പുറത്തിറങ്ങിയ അപ്പം വേർക്കാനും തുടങ്ങും. സ്കൂളിലൊക്കെ സമ്മർ ക്യാമ്പ് ആയിരുന്നപ്പം പൊരുവെയിലത്ത് ഞങ്ങളുടെ നാട്ടിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നപ്പം ഇത്രയും ചൂട് പോലും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ടർഫ് ഒന്നുമില്ല. ഞങ്ങൾ നാട്ടിൽ പറമ്പിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഒരു ചേട്ടൻ സൈക്കിൾ ഔട്ടി ഐസ്ക്രീം വിൽക്കാനായിട്ട് വരുമായിരുന്നു. ഇപ്പൊ പറമ്പിൽ അങ്ങനെ ഒരു ക്രിക്കറ്റ് കളിയില്ല. ആ സൈക്കിൾ ഔട്ടി വരുന്ന ചേട്ടനും ഇല്ല. അങ്ങനെ ഞാനും ഷിനു ചേട്ടനും വിപിനും കൂടെ സെപ്റ്റോ സ്വിഗ്ഗിന്ന് ഞങ്ങൾ കുറച്ച് ഐസ്ക്രീം ഓർഡർ ചെയ്തു. പണ്ട് സൈക്കിളിൽ വന്നിട്ടിരുന്ന ആൾക്കാർ ഇപ്പൊ സ്കൂട്ടിയിൽ അപ്ഗ്രേഡ് ആയതുപോലെ പണ്ടത്തെ സേമിയ ഐസ്ക്രീം അപ്ഗ്രേഡ് ആയിട്ട് ഇപ്പൊ 0 ഷുഗറിന്റെ ഐസ്ക്രീമുമായി. അങ്ങനെ ആ പൊരി വെയിലത്ത് ഐസ്ക്രീം കഴിച്ച ആശ്വാസത്തിൽ ഞങ്ങൾ പണിയെല്ലാം തീർത്തിട്ട് ഞാൻ നേരെ ജിമ്മിലേക്ക് പോയി. ഇന്ന് ഡേ 34 ഓഫ് മൈ ഫസ്റ്റ് മിനി കട്ട് സീരീസ്. ക്വാഡ്സ് ഫോക്കസ് ചെയ്തുള്ള ലെഗ് വർക്കൗട്ട് ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണമെന്നോട്ട് നിർബന്ധമില്ല. ഒന്നെങ്കിൽ നിങ്ങൾ എന്റെ പേര് ഓർമ്മ വെച്ചോളൂ, അല്ലെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്തോളൂ. നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഈ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. സെറ്റ്സ് RFC ക്യാപ്ഷൻസിലുണ്ട്. വീൽസ് ചെയ്യണം. നെക്സ്റ്റ് ബൈ.